ഇന്നത്തെ കത്ത് വായിക്കാം. എവിടുന്നാണ്? കോയമ്പത്തൂരിൽ നിന്നാണ്. ആരയച്ചിരിക്കുന്നത്? വനജയാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? താങ്കളുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട്. ഉവ്വ്. ഇത് മകൾക്ക് വേണ്ടി എഴുതുന്ന കത്താണ്. ആ. സ്ഥിരമായി ജോലി കിട്ടുന്നില്ല, ആ. കിട്ടിയാൽ തന്നെ ഉറച്ചു നിൽക്കുന്നില്ല, ആ. വിവാഹവും ശരിയാകുന്നില്ല. എന്താണ് മകളുടെ ജാതകത്തിലെ ദോഷങ്ങൾ? സ്ഥിരമായ ജോലി കിട്ടുന്നില്ല, കല്യാണമാവുന്നില്ല, രാജയോഗങ്ങളും ഹംസ മഹായോഗവും. ഹംസമഹായോഗം പഞ്ചമഹാപുരുഷ യോഗത്തിൽ പെട്ട അതിമാനുഷ്യ യോഗങ്ങളിൽപ്പെട്ട ഒരു യോഗമാണ്. രാജയോഗം ഇന്ന് സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. രാജാവല്ലെങ്കിൽ പോലും രാജകീയ പ്രൗഢിയിൽ ജീവിക്കുന്ന യോഗത്തെ രാജയോഗം എന്നും, ഹംസമഹായോഗം എന്ന് പറയുന്നത് പുരാതന കാലത്ത് പുരുഷന്മാർക്ക് മാത്രം ലഭിച്ചുകൊണ്ടിരുന്നതും പുരുഷന്മാരാൽ ചെയ്തു തീർത്തുകൊണ്ടിരുന്നതായ കർമ്മങ്ങൾ, അവയ്ക്ക് വേണ്ട പ്രാധാന്യം, അവയിൽ ഉയർച്ച, അവ കൊണ്ടുള്ള മഹിമ, സ്ഥിതിവലിപ്പം, പ്രൗഢി എന്നിവ കാണിക്കുന്ന ഒരു യോഗമാണ്. അത് ഇക്കാലത്ത് സ്ത്രീകൾക്കും ആ യോഗമുണ്ട്. ഏത് തൊഴിലുകളും സ്ത്രീകൾ ചെയ്യുന്നതുകൊണ്ട് ഹംസമഹായോഗം, മഹാപുരുഷ യോഗം സ്ത്രീകൾക്കും അത് പ്രാധാന്യമാണ്. അധിയോഗം, ചന്ദ്രാലാറേഴ് നിധനേ ഗ്രഹങ്ങളുളവാകിലോ അധിയോഗമതും ചൊല്ലാം ലഗ്നാലാകിലുമങ്ങനെ. ലഗ്നത്തിൻ്റെ 6-7 ഭാഗങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിന്നാലോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ജാതകനിലയിൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ജാതകനിലയിൽ ചന്ദ്രൻ ലഗ്നം നിൽക്കുന്ന രാശിയുടെ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 6, 7 എന്നീ രാശികളിൽ കാലങ്ങളിൽ ശുഭഗ്രഹങ്ങളിൽ നിന്നാൽ അധിയോഗം. ലഗ്നാലാകലും അങ്ങനെ, അതായത് ലഗ്നാലും ചന്ദ്രാലും 6, 7 നിധനെ 8ാമത്തെ രാശിയിൽ നിന്നാലും അധിയോഗമാണ്. അപ്പം 6, 7, 8 രാശികളിൽ ശുഭഗ്രഹങ്ങൾ ലഗ്നാലോ ചന്ദ്രാലോ നിൽക്കുന്ന സ്ത്രീ, പുരുഷ, പണ്ഡിത, പാമര, കുബേര, കുചേല, ജാതി, മത, വർഗവർണ്ണ ഭേദമന്യേ ആർക്ക് നിന്നിരുന്നാലും അത് അധിയോഗമാണ്. കുപ്പയിൽ കിടക്കുന്നവർക്കും കൊട്ടാരത്തിൽ കിടക്കുന്നവർക്കും എന്നാലും അവർക്കതിൻ്റെതായ അഭിവൃദ്ധിയും ഉന്നതിയും ഉയർച്ചയും വളർച്ചയും ഉണ്ടാവും. അത് ആ യോഗമാണ് അധിയോഗം. ഈ യോഗങ്ങൾ നിലവിൽ നിൽക്കവേ പഠിച്ചതിനേക്കാൾ, എടുത്ത ഡിഗ്രിയേക്കാൾ ഒരു 5 ഇരട്ടി വലുപ്പത്തിലുള്ള ജോലിയും, പ്രത്യേകിച്ച് വിദേശ ജോലി എന്ന് പറയാം, ജോലിയും യഥാകാല യഥായോഗ്യത്തിൽ ലഭിക്കേണ്ടതായ സേവന വേതന പരിഷ്കാരവും പ്രമോഷനും ശമ്പള വർധനവും താമസ സൗകര്യങ്ങളും സാമ്പത്തിക ലാഭങ്ങളും ഉണ്ടാകുകയും ഭൗതിക സമ്പത്തുകളായ ഗ്രഹവസ്തുവാഹന കരകവേഷഭൂഷണാദികൾ ഉണ്ടാകുകയും തൻ്റെ കുടുംബത്തിലും മാതൃവഴിയിലും പിതൃവഴിയിലും സഹോദര വഴിയിലും മാതുല വഴിയിലും സ്വന്തം വഴിയിലും ബന്ധവഴിയിലും മിത്രവഴിയിലും സഹോദര മൈത്രി വഴിയിലും ഗ്രാമങ്ങളിലും സിറ്റികളിലും പ്രധാന വ്യക്തിയായും ഇമ്പോർട്ടൻ്റ് വ്യക്തിയായും അങ്ങനെ ജീവിച്ച് മുന്നോട്ട് ദീർഘായുസ്സോടെ പോകുന്ന ഒരു യോഗമാണ് അധിയോഗം. അതിനോടൊപ്പം ആ യോഗത്തെ പിന്തുടർന്നുകൊണ്ട് പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ട ഹംസമഹായോഗവും കാഴ്ചയിലെ സൗന്ദര്യം, ശബ്ദ സൗന്ദര്യം, പാദങ്ങളുടെ സൗന്ദര്യം, നടപ്പ്, ഇരിപ്പ് എന്നിവയിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഒതുങ്ങിയ ജീവിതചര്യ, ആളുകൾക്ക് പ്രസന്നത്വം കുളിർമ ലഭിക്കുമാറുള്ള മുഖ സൗന്ദര്യം, രാജകീയ പ്രൗഢിയോടെയുള്ള ജീവിതം എന്നിവയെല്ലാം ലഭിക്കുമെന്ന് ഉറപ്പാണ്. അപ്പം കണിശമായിട്ടും ഇപ്പോഴത്തെ ജോലിയിൽ കാര്യങ്ങളൊന്നും പ്രയാസപ്പെടേണ്ട. എന്നാൽ രാഹു എന്ന വിഷദ്രാവക സാങ്കല്പിക ശക്തി 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തനിക്ക് യോജിച്ച രീതിയിലോ തൻ്റെ മനപ്ലാൻ അനുസരിച്ചോ താൻ വളർന്നു വന്ന സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയോ പറ്റിയ ജോഡി അല്ലാത്തത് കൊണ്ടോ ഉള്ള ഒരു പ്രയാസം ഇണയിൽ നിന്നുണ്ടാവാം. അല്ലെങ്കിൽ സമയത്ത് വിവാഹം നടക്കാൻ തടസ്സമോ കാലതാമസമോ ഉണ്ടാകാം.
7-ൽ രാഹു ഉള്ള ഒരു യുവാവിനെ വിവാഹം കഴിക്കണം. ആ പ്രശ്നം തീർന്നു. അത് കണ്ടെത്തുക എന്നുള്ളതാണ്. 7-ൽ രാഹു ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ജോഡിയിലുള്ള പ്രശ്നങ്ങളില്ല, മത ജാതി വർഗവർണ്ണ ദോഷങ്ങളില്ല, മറ്റ് സൗന്ദര്യപ്പടക്കങ്ങളൊന്നുമില്ല. അതായത് മാച്ചിങ്. 7-ൽ രാഹു ഉള്ള പെൺകുട്ടിയാണ് 7-ൽ രാഹു ഉള്ള യുവാവിനെ തന്നെ വിവാഹം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ഒത്തണങ്ങി കിട്ടുവാനായി സർപ്പബലി, 100 പാലും സർപ്പത്തിന്, അതുപോലെ തന്നെ സർപ്പത്തിന് പുറ്റും മുട്ടയും നടക്കി വെക്കുക, അതുപോലെ തന്നെ രാഹു പൂജകൾ മുതലായവയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇണങ്ങിയ വരനെയും കണ്ടെത്തും. ഇപ്രകാരം അധിയോഗം, പഞ്ചമഹാപുരുഷ യോഗവും രാജയോഗവും ഉള്ളതുകൊണ്ട് ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ഭംഗിയായും ഭേദമായും പ്രൗഢിയോടെയും ജീവിതം അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാം. അപ്രകാരമൊക്കെ ഉള്ള ജീവിതചര്യ ലക്ഷണമായി കണ്ടാൽ വീണ്ടും ദേവാമൂഹത്തിലോട്ട് കത്തെഴുതുക. നന്ദി, നമസ്കാരം.